Welcome back to EduValet. So, we already Plustwo English പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ഇമ്പോർട്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെയാണ് ഷുവർ ക്വസ്റ്റ്യൻസ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, 4 മാർക്കിന്റെ ഏതൊക്കെയാണ്, 8 മാർക്ക്, 6 മാർക്കിന്റെ ഒക്കെ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 ചോദ്യങ്ങളായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഈ 6 സ്കിപ്പ് ചെയ്ത് ഇപ്രാവശ്യത്തെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് 6 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതിൽ ഈ ഓരോ ചോദ്യങ്ങളും ഇതേപോലെ അല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ഇതിൽ മാറ്റങ്ങളൊക്കെ വരാം. അതായത് എസ്സേ ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ ആർട്ടിക്കിൾ ആവാം, അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. എന്നിരുന്നാലും കണ്ടന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 6 കേട്ടോ. അപ്പോൾ താഴെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, 2 വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട്. 2 ലിങ്കും നിങ്ങൾ നോക്കുക, ജോയിൻ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ഗ്രൂപ്പ്, താഴെയുള്ള ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിർബന്ധമായിട്ടും പഠിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻസ്, എല്ലാ ഫോർമാറ്റുകൾ, പുറമേ ചോദിക്കുന്ന പോയംസിൻ്റെ അപ്രിസിയേഷൻ, ക്യാരക്ടർ സ്കെച്ചുകൾ, റിവ്യൂസ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അങ്ങനെ കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. റൈറ്റ് ആൻ ആർട്ടിക്കിൾ for a school magazine justifying the need of education for girls in the country for national development. അപ്പോൾ ടോപ്പിക് എന്താണ്? എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ആണ്. ഈ ഗേൾസിൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ച് വല്ല ആർട്ടിക്കിളോ, ഇതിപ്പോൾ ആർട്ടിക്കിളാണ്, ആർട്ടിക്കിളോ എസ്സേയോ സ്പീച്ചോ എന്ത് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ ആകുമ്പോൾ ഹെഡിങ് കൊടുക്കണം. അപ്പോൾ എല്ലാത്തിനും ഫോർമാറ്റ്സ് അറിഞ്ഞിരിക്കുക. ഇംഗ്ലീഷിൽ ഫോർമാറ്റ്സ് ഇല്ലെങ്കിൽ, ഫോർമാറ്റ് പ്രകാരം എഴുതിയില്ലെങ്കിൽ മാർക്ക് കുറയും. സോ ഫോർമാറ്റുകൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യണം. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ കൊടുക്കാം. സോ ആദ്യം ഹെഡിങ് കൊടുക്കുക. ആർട്ടിക്കിൾ ആകുമ്പോൾ എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ് കൊടുക്കുക. പാരഗ്രാഫ് തിരിച്ച് ചെയ്ത ആർട്ടിക്കിൾ ആകുമ്പോൾ ഒരു 6 മാർക്കിൻ്റെ ഒക്കെ ആർട്ടിക്കിൾ ആണെങ്കിൽ 1.5 പേജ് ചെയ്ത, 2 പേജ് എഴുതേണ്ടത് 8 മാർക്കാണെങ്കിലാണ്. ഇപ്പോൾ ഒരു 6 മാർക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 1.5 പേജ് എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം. ദ ഗേൾ ചൈൽഡ് ഇസ് എ ഇഗ്നോർഡ് സ്പീഷീസ് ഇൻ അവർ മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി വിച്ച് സ്റ്റിൽ പ്രാക്ടീസ് ജെൻഡർ ബയാസ്. നിങ്ങൾ ഇങ്ങനത്തെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് ചെയ്ത് സാധാ സംസാരിക്കുന്ന രീതിയിൽ എഴുതരുത്. കുറച്ച് നല്ല നല്ല കീ വേർഡ്സുകൾ ഓർത്ത് വയ്ക്കുക. ഇംഗ്ലീഷിൽ മാർക്ക് കിട്ടാൻ എളുപ്പമല്ല. നല്ല പുതിയ വാക്കുകളൊക്കെ കുറേയൊക്കെ നിങ്ങൾ മാക്സിമം പഠിച്ചു വെക്കുക, നല്ല നല്ല സെൻറ്റൻസുകൾ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഗേൾ ചൈൽഡ് ഒരു ഇഗ്നോർഡ് സ്പീഷീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എവിടെ? മെയിൽ ഡൊമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പുരുഷൻ്റെ ആധിപത്യമുള്ള ഇന്നത്തെ സൊസൈറ്റിയിലെ ഗേൾ, പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവഗണിക്കപ്പെടുന്ന ഒരു സ്പീഷീസ് ആയിട്ട് കണക്കാക്കുന്നു. ദർ ഈസ് എൻ അപ്പാരന്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ ദ അപ്ബ്രിങ്ങിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ ഗേൾ ഇൻ ദ റൂറൽ ഏരിയ. അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചനമുണ്ട്. എവിടെ? റൂറൽ ഏരിയ, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് ആയിട്ടുള്ള സൊസൈറ്റിയിലെല്ലാം ഒരു ഗേൾ അതുപോലെ ബോയ് എന്നുള്ളൊരു കമ്പാരിസൺ ഉണ്ട്, ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനമുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. ഫീമെയിൽ എഡ്യൂക്കേഷൻ ഈസ് റെലിഗേറ്റഡ് ടു background and all the family funds and resources are lavish on the upbringing and education of the son. ഇപ്പോഴത്തെ കാലത്ത് ഒരു സണ്ണാണ്, മകനാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഫുൾ ഫാമിലി ഫണ്ടും റിസോഴ്സുകളെല്ലാം ലാവിഷായിട്ട് ചിലവഴിക്കുന്നത്. സോ ദ മയോപിക് പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് സോഷ്യൽ റിഫോമേഴ്സ് ഫോർഗെറ്റ് ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്. പക്ഷെ ഇന്നത്തെ കാലത്ത് മയോപിക് ആയിട്ടുള്ള പാരൻസ്, അതായത് ആൺകുട്ടികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പാരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സോഷ്യൽ റിഫോംസ് ഉണ്ട്. അവരെല്ലാം മറന്നു പോകുന്നു ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്. ഇഫ് വി എഡ്യൂക്കേറ്റ് എ ബോയ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ലൈനാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള 3 L's ഓഫ് എംപവർമെൻറ്റിൽ ഒരു ലൈനാണ്. ഇഫ് വി എഡ്യൂക്കേറ്റ് എ ബോയ് വി എഡ്യൂക്കേറ്റ് എ പേഴ്സൺ. നമ്മളൊരു ആൺകുട്ടീനെ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിനെ പഠിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് വി എഡ്യൂക്കേറ്റ് എ ഗേൾ വി എഡ്യൂക്കേറ്റ് എ ഫാമിലി, എ സൊസൈറ്റി എന്നൊക്കെ നമുക്ക് പറയാം. എ ഗേൾ ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ 2 ഫാമിലി. ആൻ എഡ്യൂക്കേറ്റഡ് ഗേൾ ക്യാൻ ബിക്കം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ്. ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് സ്വന്തം കാലിൽ നിൽക്കാം, ഏർണിങ്സ് ഉണ്ടാക്കാം, വരുമാനം ഉണ്ടാക്കാം. സോ ഷി ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ വെൽഫെയർ ഓഫ് ദ ഫാമിലി ആൻഡ് സൊസൈറ്റി. ഈ സൊസൈറ്റിയുടെ നല്ലതിന് വേണ്ടി, വെൽഫെയറിന് വേണ്ടി അവൾ വർക്ക് ചെയ്യും. ദ റൈസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഈസ് പോസിബിൾ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നമ്മൾ ജീവിക്കുന്ന സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വുമൻസിന് എഡ്യൂക്കേഷൻ നിർബന്ധമാണ്. വെൻ വുമൻ സപ്ലിമെൻറ്റ് ദ ഇൻകം ഓഫ് ദ മെയിൽസ്, അതായത് മെയിൽസും ഫീമെയിൽസ് 2 പേരുടെയും ഇൻകം വേണം. ദ നാഷണൽ ഡെവലപ്മെൻറ്റ് ഈസ് impossible without the wholehearted contribution and active participation of women. എന്തൊക്കെ വേണം? ഒരു നാഷണൽ
ഡെവലപ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കോൺട്രിബ്യൂഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻസ് അത്യാവശ്യമാണ്. വി ഹാവ് സീൻ ദ ഫേറ്റ് ഓഫ് സം ഓഫ് ദ പോളിസി ആൻഡ് സ്കീംസ് സച്ച് ആസ് അഡൾട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ഫാമിലി പ്ലാനിംഗ് ഫോസ്റ്റർ ഫ്രം ദ എബോവ്. ഇന്നത്തെ കാലത്ത് ഫാമിലി പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടും അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പല പോളിസികൾ വരുന്നുണ്ട്. ദേ ഹാവ് ഫെയിൽഡ് മിസറബിളി ബിക്കോസ് വുമൻസ് വർ നോട്ട് ഇൻവോൾവ് ഇൻ ദം ഹോൾ ഹേർട്ട്ലി. പലതിലും സ്ത്രീകൾ കാര്യമായിട്ട് പങ്കെടുക്കുന്നില്ല. സോ വി മസ്റ്റ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഇഫ് വി വാണ്ട് അവർ നാഷൻ ടു പ്രോഗ്രസ് ആൻഡ് മാച്ച് ദ ഡെവലപ്ഡ് കൺട്രി ഇൻ ഓൾ ദി സ്ഫിയർ. ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കൺട്രിയുമായിട്ട് നമ്മളെ രാജ്യം മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് എഡ്യൂക്കേറ്റ് ദ ഗേൾ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പോയിൻ്റാണ് ഓർത്ത് വെക്കേണ്ടത്? ഗേൾ ചൈൽഡ് ഇഗ്നോർഡ് സ്പീഷീസ് ആയിട്ട് മാറുന്നു. ദർ ഇസ് എ ഡിസ്ക്രിമിനേഷൻ ഇൻ മിഡിൽ ക്ലാസ്, റൂറൽ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ് ഫാമിലീസ്. അത് കഴിഞ്ഞിട്ട് മോസ്റ്റ് ഓഫ് ദ ഫാമിലി ഫണ്ട് ആൻഡ് റിസോഴ്സസ് ആർ ലാവിഷ്ഡ് ഓൺ ദ അപ്ബ്രിങ്ങിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ സൺ. ആൺകുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു. ദെൻ മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ്, റീഫോമേഴ്സ് ഓർ പാരൻസ് ആർ ഫോർഗെറ്റിംഗ് ദ നീഡ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഗേൾ. മറന്നു പോകുന്നു. സോ ഇഫ് വി എഡ്യൂക്കേറ്റ് എ ബോയ്, വി എഡ്യൂക്കേറ്റ് എ പേഴ്സൺ. ആ ലൈൻ എന്ന് ഓർത്ത് വയ്ക്കുക. ആൻഡ് ഇഫ് വി എഡ്യൂക്കേറ്റ് എ ഗേൾ, ദ ഗേൾ ബിക്കം ഇൻഡിപെൻഡൻറ്റ്, സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇറ്റ് വിൽ ഇൻക്രീസ് ദ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെയുള്ള കുറച്ച് പോയിൻ്റൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇ.വി. ആൻഡ് ജോൺ ബാൽ. ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ നിർബന്ധമായിട്ടും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, മസ്റ്റായിട്ട് വുമൻസിനെ കുറിച്ചൊരു ചോദ്യം പഠിച്ച് വെക്കുക. എന്നാൽ ഞാനതൊരു വീഡിയോ പോലെ ചെയ്തിട്ടുണ്ട്, ഒരു എസ്സേ ക്വസ്റ്റ്യൻ, ഒരൊറ്റ വീഡിയോ. ആ വീഡിയോയിൽ വുമൻസിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും, വുമൻസ് എഡ്യൂക്കേഷൻ ആവട്ടെ, എംപവർമെൻറ്റ് ആവട്ടെ, എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അത് എഴുതി വെക്കാം. അതിന് വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം. അതുപോലെ ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് നിർബന്ധമായിട്ട് ഒരെണ്ണം പഠിച്ചു വെക്കുക. അതൊക്കെ കൺഫേം ആയിട്ട് എന്തായാലും വരുന്ന ചോദ്യമാണ്. അപ്പോൾ അത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞത് പഠിച്ചാൽ മതി. എന്ത് ചോദിച്ചാലും വുമൻസിനെ കുറിച്ച് എന്ത് ക്വസ്റ്റ്യൻ ആവട്ടെ, എസ്സേ ആവട്ടെ, സ്പീച്ച് ആവട്ടെ, ആർട്ടിക്കിൾ ആവട്ടെ, അതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ലൈൻസൊക്കെ അതിലുണ്ട്, അത് നോക്കി വെക്കുക. അടുത്ത ചോദ്യം, ഇ.വി. ആൻഡ് ജോൺ ബാൽവിൻ ആർ ദ ട്രൂ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ മോഡേൺ വേൾഡ് were money mold choices. In the light of the reading of Hour of Truth, express your opinion on the above statement. നമുക്ക് മിക്ക ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുള്ളത് ഒന്നുകിൽ നോമിതയുടെ കാറ്റ സ്കെച്ച്, റോബർട്ട് ബാൽവിൻ്റെ കാറ്റ സ്കെച്ച്. പക്ഷെ ഡിഫറെൻ്റ് ആയിട്ട് ഇ.വി. ആൻഡ് ജോൺ ബാൽവിനും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇ.വി. ആൻഡ് ജോൺ ബാൽവിൻ ആരാന്ന് മനസ്സിലായല്ലോ. നമ്മൾ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ജോൺ ബാൽവിൻ്റെ, റോബർട്ട് ബാൽവിൻ്റെ മകനും മകളുമാണ് ഇ.വി. ആൻഡ് ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓഫ് ട്രൂത്തിലെ കുട്ടികൾ ഇ.വി. ആൻഡ് ജോൺ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 കാറ്റ സ്കെച്ച് ഉണ്ട് +2 ഇംഗ്ലീഷിൽ. ഇപ്പോൾ നോമിത, അജിത്ത്, റോബർട്ട് ബാൽവിൻ, അതൊക്കെ പഠിച്ചു വയ്ക്കണം. അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്, ഇ.വി. ആൻഡ് ജോണിനെ കുറിച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അവർ ഓഫ് ട്രൂത്തിലെ ഈ 2 കുട്ടികളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് പഠിച്ചു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ പാഠങ്ങളൊന്നും അറിയില്ല, +2 ഇംഗ്ലീഷിലെ പല പാഠങ്ങളും സ്റ്റോറി പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ പാഠവും സിമ്പിളായിട്ട് കഥ പറയുന്ന, വളരെ ഷോർട്ടായിട്ട് ഒരു 10-15 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട്. അതെല്ലാ പാഠത്തിനും കഥ പറയുന്നുണ്ട്. അത് കഥ അറിയാത്തവർ അത് കണ്ടോളാം. ഇതെല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും കേട്ടോ. സോ നമുക്ക് ഇ.വി. ജോണിനെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് നോക്കാം. ഇ.വി. ആൻഡ് ജോൺ ആർ ഡെഫിനറ്റ്ലി true representative of the modern world where money mold the choices. ഇ.വി. ആൻഡ് ജോൺ ഇന്നത്തെ ജനറേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. മണി മോൾഡ് ദ ചോയ്സ്. അവരെ എല്ലാ ചോയ്സും, അവരെടുക്കുന്ന ഓരോ ഡിസിഷൻസും ബേസ്ഡ് ഓൺ മണി. പൈസ കിട്ടുമോ എന്നുള്ളത്, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവരുടെ ലൈഫ്. ദേ വിൽ ഷേപ്പ് ദ ലൈഫ് അക്കോർഡിംഗ് ടു മണി. മണി മോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് അനുസരിച്ചാണ് അവരെ ചോയ്സുകൾ മാറ്റുന്നത്. Both of them knew very well that Mr. Gresham has misappropriated bank money. മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തു, ഗ്രേഷം തൻ്റെ ബാങ്ക് കൊള്ളയടിച്ചു എന്ന് അവർക്കറിയാം. When they come to know that, if their father, Robert Baldwin, simply say 3 words, I don't know, during the trial of Gresham, he is promised a bribe of colossal sum of $100,000. അതായത് റോബർട്ട് ബാൽവിൻ എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല, ഐ ഡോണ്ട് നോ, അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഗ്രേഷം, ആ ബാങ്കിൻ്റെ ഓണർ, കൊള്ളയടിച്ച
മിസ്റ്റർ ഗ്രേഷം $100,000 ആണ് ബ്രൈബായിട്ട് കൈക്കൂലി പോലെ കൊടുക്കാമെന്ന് പറഞ്ഞത്. സോ അതറിഞ്ഞതോടുകൂടി ദേ വാണ്ട് ദെയർ ഫാദർ to say those 3 words and collect the money. ആദ്യം അവർ പറഞ്ഞു ഓക്കെ ഫാദറിനോട് പറയാണ് യു ഷുഡ് ബി വെരി ഹോണസ്റ്റ്, നിങ്ങൾ ഹോണസ്റ്റ് ആവണം, നിങ്ങൾ ഗ്രേഷമിനെതിരെ ട്രയൽ പറയണം എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ ഓപ്പോസിറ്റായിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വെൻ ദേ കം ടു നോ ദ മണി, ഈ പൈസേനെ കുറിച്ച് അവർ അറിഞ്ഞപ്പോൾ നമുക്ക് എന്ത് പറയാം, ദേ ആർ കമ്പലിങ് ദെയർ ഫാദർ, ആ ഒരു ഫാദറിനെ കമ്പൽ ചെയ്യാണ് ടു ആക്സെപ്റ്റ് ദ മണി $100,000. ഇതിന് കാരണം പറയുന്നത് ഫോർ ദ പുവർ ഫാമിലി ലൈക്ക് ഈവീസ് ആൻഡ് ജോൺ, അവരുടെ ഫാമിലി വളരെ പാവപ്പെട്ടൊരു ഫാമിലിയാണ്. അത് ഈ ഒരു എമൗണ്ട് $100,000 ഇറ്റ്സ് എ ഹ്യൂജ് സം, വലിയൊരു തുകയാണ്. ഇഫ് ദാറ്റ് മണി കംസ് ടു ദ ഫാമിലി, ഈവി ആൻഡ് ജോൺ ക്യാൻ ഡു സം ഓഫ് ദ തിങ്സ് ദേ വെന്റ് ടു ഡു. അവർക്ക് എന്തൊക്കെ വേണോ അതൊക്കെ അവർക്ക് ചെയ്യാം. ബട്ട് വർ എനേബിൾ ടു ഡു ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് മണി. ഇവർക്ക് പല സംഭവങ്ങളും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ദേ ഹാവ് നോ മണി. സോ ദേ ആർ മേക്കിംഗ് എക്സ്ക്യൂസസ് to make their father accept the bribe. So they are compelling their father to accept the bribe. ആ പൈസ വാങ്ങണം എന്ന് പറഞ്ഞാൽ അവർ പല എക്സ്ക്യൂസസ് പറയാണ്. മിസ്റ്റർ ഗ്രേഷം പാവാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് they are making excuses. Evie says Mr. Gresham has not done anything. ഈ പൈസയുടെ കാര്യം അറിഞ്ഞപ്പോൾ ഈവി പറയാണ് ഗ്രേഷം ഹാസ് നോട്ട് ഡൺ എനിത്തിങ്, അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് റിയലി റോങ്. As if Sight is a judge, John dismissed the misdeed of Gresham by calling it a mere technicality. ജോൺ പറയുന്നത് അതെന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ആവാം, മിയർ ടെക്നിക്കാലിറ്റി ആവാം എന്ന് പറഞ്ഞ് ഗ്രേഷമിനെ മിസ്ഡീഡ് ചെയ്യാണ്. അതായത് തെറ്റ് ചെയ്തു, ഗ്രേഷം പൈസ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തു, ഗ്രേഷം misappropriated bank money. Still Evie and John tried to misdeed. ആ ചെയ്ത തെറ്റിനെ അവരെ എന്താ പറയുക, തെറ്റല്ല എന്ന് പറയാണ്. ഇറ്റ് ഹാസ് നോട്ട് ഡൺ എനിത്തിങ് റിയലി റോങ്, തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവർ ന്യായീകരിക്കുകയാണ്. സോ മോർ ഓവർ ഹി സേസ് നോബഡി വിൽ ലൂസ് എ സെന്റ് ആൻഡ് നോബഡി വാണ്ട്സ് ഗ്രേഷം ടു ബി പണിഷ്ഡ്. സോ അവർക്ക് ഒട്ടും താല്പര്യമില്ല ഗ്രേഷം പണിഷ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഗ്രേഷം അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളല്ല എന്നാണ് അവർ സ്ഥാപിക്കുന്നത്. സോ ഹിസ് ലോജിക് ഈസ് ദർ ഇസ് നത്തിങ് റോങ് ഇഫ് ഹിസ് ഫാദർ ടേക്സ് ദറ്റ് $100,000 ഓഫർ ടു ഹിം. അപ്പോൾ അതുകൊണ്ട് പൈസ കളക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, യു ക്യാൻ ആക്സെപ്റ്റ് ദ മണി. ദീസ് യങ് ചിൽഡ്രൻസ് ആർ ടോക്കിംഗ് ലൈക്ക് സം മോഡേൺ ലോയേഴ്സ് who twist the truth for their advantage. ഇവർ സംസാരിക്കുന്നത് മോഡേൺ ലോയേഴ്സിനെ പോലെയാണ്. അവരെ ഭാഗത്ത് കറക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ദേ ആർ ട്വിസ്റ്റിംഗ് ദ ട്രൂത്ത്, സത്യത്തെ അവർ ട്വിസ്റ്റ് ചെയ്യാണ്. ദേ ഡോണ്ട് മൈൻഡ് ട്വിസ്റ്റിംഗ് ദ ട്രൂത്ത് ഇഫ് ദ പേയ്മെൻറ്റ് ഇസ് ഗുഡ്. പേയ്മെൻറ്റ് ഗുഡ് ആണെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാം, എന്ത് സത്യം ട്വിസ്റ്റ് ചെയ്യാം എന്നുള്ള മൈൻഡാണ് ഇപ്പോൾ കുട്ടികൾക്കുള്ളത്. ദിസ് ഈസ് എ ടിപ്പിക്കൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മോഡേൺ വേൾഡ്. ഇന്നത്തെ മോഡേൺ വേൾഡിലെ ചിൽഡ്രൻസിൻ്റെ അല്ലെങ്കിൽ അതുപോലെ തന്നെ പല ആൾക്കാരുടെയും ഒരു ആറ്റിറ്റ്യൂഡാണ്. ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് ട്രൂത്ത് ഹാവ് നോ മീനിങ് ടു മോസ്റ്റ് ഓഫ് ദ മോഡേൺ പീപ്പിൾ ഹു ക്യാൻ സിംപ്ലി ക്ലോസ് ദെയർ ഐസ് ടു ട്രൂത്ത് ഇഫ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു ദെം. അവർക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ദേ ആർ ട്രൈ ടു ക്ലോസ് ദെയർ ഐസ്. എന്തിനു മുന്നിലും കണ്ണടയ്ക്കാൻ തയ്യാറാണ്. എത്ര വലിയ സത്യമാണെങ്കിലും ഇഫ് ദ ബെനിഫിറ്റ് ഈസ് ഹൈ, അത് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ദേ ആർ റെഡി ടു ക്ലോസ് ദെയർ ഐസ് ടു ട്രൂത്ത്. സത്യത്തിന് മുന്നിൽ അവർ കണ്ണടയ്ക്കാൻ റെഡിയാണ്. ഫോർ ദ മോഡേൺ പീപ്പിൾ അഡിക്റ്റഡ് ടു കൺസ്യൂമർ കൾച്ചർ, മണി ഈസ് ഗോഡ്. ഇന്നത്തെ കാലത്ത് പൈസയാണ് എല്ലാം. ദേ ആർ പ്രിപ്പയർഡ് ടു സാക്രിഫൈസ് എനിത്തിങ്. അവരെന്തും സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്. ദെയർ കോൺഷ്യൻസ്, ദെയർ സോൾ, ദെയർ സ്പിരിറ്റ്, എന്തും അവരുടെ സത്യസന്ധത, അവരുടെ നന്മ, അവരുടെ ഉള്ളിലുള്ള ക്യാരക്ടർ എല്ലാം അവരെ കളയാൻ റെഡിയാണ് ഫോർ ദ മണി. മമ്മൂൺ ഈസ് ദ മോഡേൺ ഗോഡ് ആൻഡ് പീപ്പിൾ ഡു നോട്ട് ഈവൻ ദ ഫീൽ ഷെയിം ടു വേർഷിപ്പ് ഹിം ഇൻ ദ ഓപ്പൺ. അതായത് അവരെ ദൈവം എന്ന് പറഞ്ഞാൽ അവർ ആരാധിക്കുന്നത്, വേർഷിപ്പ് ചെയ്യുന്നത്, ആരാധിക്കുന്നത് അല്ലെങ്കിൽ ഭക്തി കാണിക്കുന്നത് പൈസയോടാണ്. ദേ ഹാവ് ഫോർഗോട്ടൺ ദ ഓൾഡ് ഡിറ്റി. വളരെ ഒരു പഴഞ്ചൊല്ലുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ളത്. ഇഫ് യു ലൂസ് വെൽത്ത്, നിങ്ങൾ സമ്പത്തില്ലെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ യു ലോസ് നത്തിങ്, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല, പൈസ ഇല്ല, അത്രേ ഉള്ളൂ. ഇഫ് യു ലോസ് ഹെൽത്ത്, നിങ്ങൾ ആരോഗ്യമില്ലെങ്കിൽ യു ലൂസ് സംതിങ്, നിങ്ങൾക്ക് കുറേയൊക്കെ നഷ്ടപ്പെടും. ബട്ട് ഇഫ് യു ലൂസ് ക്യാരക്ടർ, നിങ്ങളെ ക്യാരക്ടർ നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ യു ലൂസ് എവറിത്തിങ്, നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇതൊരു നല്ല ലൈനാണ്. ഇവി ആൻഡ്
ജോൺ രണ്ടുപേരെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈനാണിത്. അവരെ ക്യാരക്ടർ തന്നെ അവർ നഷ്ടപ്പെടുത്താണ് ഫോർ മണി. അപ്പോൾ കുറേ നല്ല നല്ല പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ദേ ആർ ട്രൂ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് മോഡേൺ വേൾഡിൻ്റെ ഒരു ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അവർ ഐ ഡോണ്ട് നോ എന്ന് പറയണം. ദേ സിംപ്ലി 3 words പറയണം. ടു ആക്സെപ്റ്റ് ദ $100,000 എന്ന് പറയുന്നു. അതേപോലെ തന്നെ ദേ ഹാവ് ലാക്ക് ഓഫ് മണി, അവർക്ക് പൈസ ഇല്ല. സോ ദേ ആർ trying to compel their father to accept the bribe. Then അവരെന്ത് ചെയ്യുന്നു, മിസ്ഡീഡ് ചെയ്യുന്നു എന്ന് പറയാം. അതേപോലെ തന്നെ അവർ ഒരു മോഡേൺ ലോയേഴ്സിനെ പോലെ സംസാരിക്കുന്നു. ദേ ആർ ട്വിസ്റ്റിംഗ് ദ ട്രൂത്ത്. ദേ ആർ റെഡി ടു ക്ലോസ് ദെയർ ഐസ് ടു ട്രൂത്ത്. കണ്ണടയ്ക്കാൻ റെഡിയാണ്. ദേ ആർ ലൂസിങ് എനിത്തിങ്. ദേ ആർ ലൂസിങ് ദെയർ കോൺഷ്യൻസ്, സോൾ, സ്പിരിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. നന്നായി വായിച്ചു വിടുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തൊരു ചോദ്യം ഇതാണ്. മണി ക്യാൻ പ്ലേ സ്ട്രേഞ്ച് ട്രിക്സ് ഓൺ മാൻ. അല്ലേ, പൈസ ഉണ്ടെങ്കിൽ എത്ര നല്ല വ്യക്തിനെയും മോശക്കാരാക്കാൻ സാധിക്കുന്ന കഴിവുള്ള ഒന്ന് തന്നെയാണ് മണി. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബി മോറലി അപ്രൈറ്റ് ഇൻ സോഷ്യലി കറപ്റ്റ് സെറ്റപ്പ്. ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ understanding of the play Hour of Truth, prepare a letter to the editor on social evil called corruption. എല്ലായിടത്തും അഴിമതിയാണ്. പൈസ, കറപ്ഷൻ എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കുക, അഴിമതികളാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത്. അപ്പോൾ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന പാഠഭാഗത്തും അത് തന്നെയാണ് നടക്കുന്നത്. ജോൺ ഗ്രേഷം മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു, പൈസ കൊള്ളയടിക്കുന്നു. അതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് പൈസ കൈക്കൂലി കൊടുക്കുക എന്ന് പറയുന്നു. സോ ഈ ചാപ്റ്ററിൽ മൊത്തത്തിലുള്ളത് ഒരു സോഷ്യൽ ഈവിൾ, കറപ്ഷനാണ്. ഇതിനെക്കുറിച്ച് ഇന്നത്തെ സൊസൈറ്റിയിലും ഇത് നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ലെറ്റർ ടു ദ എഡിറ്റർക്ക് ലെറ്റർ എഴുതാനാണ്. അപ്പോൾ യുവർ നെയിം, യുവർ അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, ഇമെയിൽ അഡ്രസ്സൊക്കെ എഴുതുക. ദെൻ ഫ്രം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അഡ്രസ്സ് എഴുതുക. ടു എന്ന് പറഞ്ഞിട്ട് ടു ദ എഡിറ്റർ ഏതെങ്കിലും ന്യൂസ് പേപ്പറിൻ്റെ പേര് എഴുതുക. എന്നിട്ട് സിറ്റി ഏതെങ്കിലും അഡ്രസ്സ് കൊടുക്കുക. ദെൻ സബ്ജക്റ്റ് ദ മെനേസ് ഓഫ് കറപ്ഷൻ, എ കോൾ ഫോർ എത്തിക്കൽ ട്രാൻസ്ഫോർമേഷൻ. അതായത് സബ്ജക്റ്റ് എന്താണ്, കറപ്ഷൻ അല്ലെ, കറപ്ഷൻ്റെ പ്രശ്നങ്ങൾ. മെനേസ് ഓഫ് കറപ്ഷൻ എന്ന് പറഞ്ഞാൽ കറപ്ഷൻ, അഴിമതി എന്ന് പറയുന്ന വലിയൊരു തിന്മ, ഈ സമൂഹത്തിലുള്ള തിന്മ, ആ ഒരു സബ്ജക്റ്റ് കൊടുക്കുക. ഡിയർ സർ, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ ഡീപ് കൺസേൺ about the social evil that has gripped our society like vice corruption. നമ്മളെ സൊസൈറ്റീനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം കറപ്ഷനെ കുറിച്ച് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ കൺസേൺ, എൻ്റെ അഭിപ്രായം പറയാനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. ഹാവിങ് റീസെൻ്റ്ലി റീഡ് ദ തോട്ട് പ്രൊവോക്കിംഗ് പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത്. അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ വളരെ തോട്ട് പ്രൊവോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു സ്റ്റോറി ഞാൻ വായിച്ചു. I am reminded of how money can play a strange tricks on individual. എനിക്ക് മനസ്സിലായി ഒരു വ്യക്തിയെ പൈസ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ മണി ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽസ്, മേക്കിംഗ് ഇറ്റ് ആർഡ്രസ് ഫോർ ദം ടു അപ്ഹോൾഡ് ദെയർ മോറൽ വാല്യൂസ് വിത്തിൻ എ മോറലി ബാങ്ക്രപ്റ്റ് എൻവയോൺമെൻറ്റ്. അതായത് ഒട്ടും പൈസ ഇല്ലാതെ, ബാങ്ക്രപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓൾറെഡി പാപ്പറായിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു ഫാമിലി, ആ ഫാമിലിയിലേക്ക് പൈസ വരുമ്പോൾ അവരുടെ മോറൽ വാല്യൂസ് എത്രത്തോളം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, മോറൽ വാല്യൂസ് എങ്ങനെ അപ്ഹോൾഡ് ചെയ്ത് നിൽക്കണം, നമ്മളെ ലൈഫിലെ കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറേ വാല്യൂസ് ഉണ്ട്, അത് അപ്ഹോൾഡ് ചെയ്യണം. എങ്ങനെ അപ്ഹോൾഡ് ചെയ്യണം എന്ന് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാവും. ദ പ്ലേ ഹാസ് ഷെഡ് ലൈറ്റ് on the insidious nature of corruption, showcasing its pervasive influence on people, even those who might initially have good intention. നല്ല ഇൻറ്റൻഷൻ ഉള്ള ആൾക്കാരുണ്ടാവും. ഇത് നല്ല നല്ല വാക്കുകളാണ്, നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യുക. ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് എഴുതാൻ നോക്കുക. നല്ല വാക്കുകളൊക്കെ കാണുമ്പോൾ അണ്ടർലൈൻ ചെയ്യുക. ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ഞാൻ പറഞ്ഞുതരാം, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി വേറൊരു വീഡിയോ പോലെ ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ പുതിയ പുതിയ വാക്കുകൾ, ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടില്ലേ, ആർഡ്രസ് എന്നൊരു പുതിയ വാക്ക് കണ്ടു, ബാങ്ക്രപ്റ്റ് എന്ന് പറഞ്ഞാൽ പാപ്പരാവുക എന്നുള്ള അർത്ഥമാണ്. അങ്ങനെയുള്ള പുതിയ വാക്കുകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക, ഒന്ന് ഇടയ്ക്ക് ഓർക്കുക, പരീക്ഷയിൽ നിങ്ങളത് യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈ പ്ലേ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഷെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് വെളിച്ചം പകരുന്നത് ഇൻസിഡസ് നേച്ചർ ഓഫ് കറപ്ഷൻ. കണ്ടില്ലേ, ഇൻസിഡസ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, അതായത്
എത്രത്തോളം ക്രൂരമായി, ഇൻസിഡൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഗ്രാജ്വലി, എത്രത്തോളം മെല്ലെ മെല്ലെയാണ് നമ്മളെ കറപ്ഷൻ, അഴിമതി ഒരു വ്യക്തിനെ ബാധിക്കുന്നത്. അപ്പോൾ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു അസുഖം പോലെ, ഒരു പകർച്ചവ്യാധി പോലെ കറപ്ഷൻ മാറുന്നു. ആ ഇൻസിഡൻസ് നേച്ചർ, ഒരു പകർന്നുകൊണ്ടിരിക്കുന്ന സ്വഭാവം അഴിമതിയെ കുറിച്ച് ഇതിൽ കാണിക്കുന്നുണ്ട്. ഷോ കേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അത് ഷോ ചെയ്ത് കാണിക്കുക, അത് വായിക്കുന്ന ആൾക്കാരിലേക്ക് ഷോ ചെയ്ത് കാണിക്കുന്നത് എന്താണ്? ദ പെർവസീവ് ഇൻഫ്ലുവൻസ് ഓൺ പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അതായത് ഒട്ടും നമ്മളെ സ്വാധീനമാണ് പറഞ്ഞത്. പെർവസീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കറക്റ്റ് ഒരു മീനിങ് പറയുമെങ്കിൽ പെർവസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന, അതായത് എല്ലാ ജനങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കറപ്ഷൻ്റെ കാര്യങ്ങൾ. കറപ്ഷൻ, അഴിമതി എത്രത്തോളം ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഈവൻ ദോസ് ഹു മൈറ്റ് ഇനീഷ്യലി ഹാവ് ഗുഡ് ഇൻറ്റൻഷൻ, നല്ല സ്വഭാവത്തോടു കൂടി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല മൈൻഡുള്ള ആൾക്കാരൊക്കെ ആവും, നല്ല ഇൻറ്റൻഷനുള്ള ആൾക്കാരാവാം. അവരെങ്ങനെയാണ് കറപ്ഷൻ ബാധിക്കുന്നത്? സിമ്പിളായി പറയുകയാണെങ്കിൽ ദ പ്ലേ ഹാസ് ഷെഡ് ലൈറ്റ് ഓൺ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസിഡൻസ് എന്നുള്ള വാക്കിന് പ്രകാരം ദ ക്രൂവൽ നേച്ചർ ഓഫ് കറപ്ഷൻ എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഷോ കേസിൻ്റെ ഇൻഫ്ലുവൻസ് ഓൺ പീപ്പിൾ, ജനങ്ങളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അഴിമതി, കൈക്കൂലി എങ്ങനെ വ്യക്തികളെ ബാധിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇറ്റ് അണ്ടർസ്കോർ ദ ഇമ്പോർട്ടൻസ് ഓഫ് അഡ്രസ്സിംഗ് ദിസ് ഇഷ്യൂ കളക്റ്റീവ്ലി ആസ് കറപ്ഷൻ നോട്ട് ഓൺലി ഇറോഡ് ദ മോറൽ ഫാബ്രിക് ഓഫ് സൊസൈറ്റി ബട്ട് ഓൾസോ ഹിൻഡേഴ്സ് ഇറ്റ്സ് പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. കറപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ സൊസൈറ്റിയുടെ മോറൽ വാല്യൂസ് നശിപ്പിക്കുന്നു. ഇറോഡ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, ഇല്ലാതാക്കുക. ഇറോഡ് ദ മോറൽ ഫാബ്രിക് ഓഫ് അവർ സൊസൈറ്റി ആൻഡ് ഓൾസോ നമ്മൾ പ്രോഗ്രസ്, നമ്മൾ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കുന്നു. ഹിൻഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ തടസ്സമാണ്. സോ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഒന്ന് കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻസിഡൻസ് നേച്ചർ ഓഫ് കറപ്ഷൻ, അത്രയും പടർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കറപ്ഷൻ, അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ, അത് ഓരോ നല്ല ആൾക്കാരെയും അത് ഒരുപാട് സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ അതിനെ സൊസൈറ്റിയിലെ മോറൽ വാല്യൂസ് ഓഫ് സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റിയിലെ മോറൽ വാല്യൂസിനെ ഇറോഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇറ്റ് ഡിസ്ട്രോയ് ദ മോറൽ വാല്യൂസ് ഓഫ് അവർ സൊസൈറ്റി. ബട്ട് ഓൾസോ ഇറ്റ് ഹിൻഡർ, തടസ്സപ്പെടുത്തുന്നു നമുക്ക് പറയാം. ഇറ്റ് ഓൾസോ അല്ലെങ്കിൽ ഇറ്റ് ബ്രേക്ക് അവർ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കുന്നു എന്ന് പറയാം. ടു കോമ്പാറ്റ് കറപ്ഷൻ വി മസ്റ്റ് ടേക്ക് ടു പ്രോങ്ഡ് അപ്രോച്ച്. ഫസ്റ്റ്ലി വി നീഡ് ടു ക്രിയേറ്റ് എ സ്ട്രോങ് ട്രാൻസ്പെറൻറ്റ് ലീഗൽ ഫ്രെയിംവർക്ക് that ensures strict punishment for those involved in corrupt practice. അഴിമതികൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രിക്റ്റ് ആയിട്ട് പണിഷ് ചെയ്യണം. സെക്കൻഡ്ലി വി മസ്റ്റ് ഫോക്കസ് ഓൺ ഫോസ്റ്ററിങ് ആൻ എത്തിക്കൽ ആൻഡ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മൾ പഠിപ്പിക്കുമ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇത് കൊണ്ടുവരണം. ഇൻറ്റഗ്രിറ്റി, ഇത് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻറ്റഗ്രിറ്റി, ഹോണസ്റ്റി, എംപതി, ഇങ്ങനെയുള്ള നല്ല നല്ല ഗുണങ്ങൾ നമ്മൾ ചെറിയ കുട്ടികളിൽ അത് പഠിപ്പിക്കണം. സോ ഇറ്റ് ഈസ് ടൈം ഫോർ ഓൾ ഓഫ് us to take stand against corruption and work toward building a society that value principles over personal gain. നമ്മൾ പൈസയ്ക്കും അതുപോലെ തന്നെ ഗെയിൻസിനും കുറേ ലാഭത്തിനും മാത്രമല്ല നമ്മളെ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സൊസൈറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അപ്പോൾ അതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, യു ആസ് എ TV journalist are assigned to report the climax of the story Amigo Brothers. Prepare a live TV report describing how Tompkins Square Park changed its mood from fear to cheer. അതായത് അമിഗോ ബ്രദേഴ്സിൻ്റെ മാച്ച് കഴിഞ്ഞു, ലാസ്റ്റാണ്, എൻഡിങ് ആണ്. അതായത് എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുന്ന സമയത്ത് നിന്ന് പെട്ടെന്ന് എല്ലാവരും നല്ല സന്തോഷത്തിലേക്ക് എത്തി. അതിനെക്കുറിച്ച് ലൈവ് TV റിപ്പോർട്ടാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദിസ് ഇസ് ഇതിൻ്റെ പേര് കൊടുക്കുക. റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം ഹേർട്ട് ഓഫ് ടോംകിൻസ് സ്ക്വയർ പാർക്ക് വർ എക്സ്ട്രാ ഓർഡിനറി ഇവൻറ്റ് ജസ്റ്റ് അൺഫോൾഡഡ്. അത്രയും വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു മാച്ച് നടന്നു. ദ അറ്റ്മോസ്ഫിയർ ഹിയർ ഇസ് ഗെറ്റിംഗ് ഷിഫ്റ്റഡ് ഡ്രാമറ്റിക്കലി as fear and tension changes to cheer, joy and celebration. ടെൻഷനും ഭയമൊക്കെ ഉണ്ടായിരുന്ന സംഭവത്തിൽ നിന്ന് ഇപ്പോൾ നേരെ നല്ല സെലിബ്രേഷനിലേക്ക് എത്തി. ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ദ ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ബോക്സിംഗ് മാച്ച് ബിറ്റ്വീൻ അമിഗോ ബ്രദേഴ്സ് ആൻഡ് ആൻറ്റോണിയോ ആൻഡ് ഫെലിക്സ് ഇറ്റ് ഈസ് ഇൻ ഇറ്റ്സ് ക്ലൈമാക്സ്. ആൻറ്റോണിയോ ഫെലിക്സിൻ്റെ മാച്ച് ഇപ്പോൾ ക്ലൈമാക്സിലാണ്. ദ പാർക്ക് ഈസ് ബസിംഗ് വിത്ത് ആൻറ്റിസിപ്പേഷൻ. എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലാണ്. ദ ക്രൗഡ് ഹോൾഡിംഗ് ദെയർ ബ്രീത്ത് ആസ് ദ ടു ഫ്രണ്ട്സ് ഫേസ്ഡ് ഓഫ് ഇൻ ദ റിംഗ്. ജനങ്ങളെല്ലാവരും
അവരെ ബ്രീത്ത്, അവരെ ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് ഈ രണ്ട് ഫ്രണ്ട്സിൻ്റെ മാച്ച് കണ്ടത്. ദ ഇൻറ്റൻസിറ്റി ഈസ് പാൽപ്പബിൾ ആൻഡ് ദ അറ്റ്മോസ്ഫിയർ ഈസ് ചാർജ്ഡ് വിത്ത് എ നെർവസ് എനർജി. ഈ അന്തരീക്ഷം മൊത്തം അത്രയും എനർജിയിൽ നിൽക്കുകയാണ്. ദ ഫൈൻ ബെൽ ഈസ് റിംഗിങ്, അവസാന ബെല്ലടിച്ചു. ഇൻ എ ഡിസ്പ്ലേ ഓഫ് സ്പോർട്സ്മാൻഷിപ്പ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ആൻഡോൺ ആൻഡ് ഫെലിക്സ് ബോത്ത് ഡ്രിപ്പിംഗ് വിത്ത് സ്വെറ്റ് ആൻഡ് എക്സ്ഹോഷൻ എംബ്രേസ് ഈച്ച് അതർ. രണ്ടുപേരും ഇപ്പോൾ അത്രയും വയർത്ത് കുളിച്ച് രണ്ടുപേരും ഇപ്പോൾ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. ദ ക്രൗഡ് ഈസ് ഇൻ തണ്ടറസ് അപ്ലോസ്, എല്ലാവരും നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. ആൻഡ് വേവ് ഓഫ് റിലീഫ് ആൻഡ് ഹാപ്പിനെസ് വാഷ്ഡ് ഓവർ ദ പാർക്ക്. ആ ഒരു ടോംകിൻസ് സ്ക്വയർ പാർക്കിൽ അത്രയും ഹാപ്പിനെസ് നമുക്ക് കാണാം. വിറ്റ്നസ്സിങ് ദിസ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. രണ്ടുപേരും നല്ല ഫൈറ്റ് ചെയ്തു, രണ്ടുപേരും സ്ട്രോങ് ആയി ഫൈറ്റ് ചെയ്തു. ബട്ട് സ്റ്റിൽ ദേ ആർ എംബ്രേസിങ് ഈച്ച് അതർ. പരസ്പരം രണ്ടുപേരും ഇപ്പോൾ ഹഗ് ചെയ്യുന്നുണ്ട്. ദ മൂഡ് ഇൻ ടോംകിൻസ് സ്ക്വയർ പാർക്ക് ചേഞ്ച്ഡ് ഇൻസ്റ്റൻ്റ്ലി. അത്രയും ടെൻഷൻ അടിച്ചിരുന്ന ആ മാച്ച് ഇപ്പോൾ എല്ലാവരുടെയും മൈൻഡ് മാറി, എല്ലാവരും കൂളായി ഹാപ്പിയായി. അതിന് കാരണം അമിഗോ ബ്രദേഴ്സാണ്, അവരുടെ ഫ്രണ്ട്ഷിപ്പാണ്. ദ ഫിയർ ആൻഡ് ടെൻഷൻ ദാറ്റ് ഹാഡ് ഫിൽഡ് ദ എയർ ഇസ് നൗ റീപ്ലേസ്ഡ് ബൈ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് അഡ്മിറേഷൻ. രണ്ടുപേരും എല്ലാവരും ഒരുമിച്ച് നിന്ന് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്മിയർ ചെയ്യാണ്, പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. Strangers become friends and the park is resonating with the profound sense of joy. Amigo brothers are leaving the ring arm in arm. Crowd is cheering. The once divided spectators now stood. അതായത് രണ്ടുപേരും ആമിനാം കൈയെ കെട്ടിപ്പിടിച്ച് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവർ രണ്ടാളും ഡിവൈഡ് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ആകെ ഷോക്ക് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇൻ ദിസ് മൊമെൻറ്റ് ടോംകിൻസ് സ്ക്വയർ പാർക്ക് ബിക്കം സിമ്പിൾ ഓഫ് ദ പവർ ഓഫ് കമാഡറി. കമാഡറി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ്. അത്രയും നല്ലൊരു സ്പോർട്സ്മാൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ നമുക്കിതിൽ ഈ മാച്ചിൽ കാണാനായിട്ട് പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക കേട്ടോ. ഓക്കെ, ക്ലൈമാക്സിൻ്റെ ഒരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ കണക്ഷൻ വിത്ത് ആക്ടിവിറ്റീസ് ഓഫ് ഹരിത കേരളം പ്രൊജക്ട്, the Nature Club of your school has organized a program for planting trees in the campus. You are asked to deliver a speech on the importance of preserving nature and natural resources. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ചോദ്യമാണ്. സോ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, ഡിയർ ഫ്രണ്ട്സ്, ആസ് യു ആർ അവെയർ ഇൻ കണക്ഷൻ വിത്ത് ദ ആക്ടിവിറ്റീസ് ഓഫ് ഹരിത കേരളം പ്രൊജക്ട്, Nature Club of your school has decided or organized the program for planting trees in the campus. റാൽഫ് വാൾഡോ എമേഴ്സൺ once said, ഒരു ഫേമസ് ഒരു വ്യക്തി പറഞ്ഞതാണ്, നേച്ചർ നെവർ ഹറീസ്, ആറ്റം ബൈ ആറ്റം, ലിറ്റിൽ ബൈ ലിറ്റിൽ ഷീ അച്ചീവ്സ് ഹർ വർക്ക്. പ്രകൃതിക്ക് ഒരിക്കലും തിരക്കില്ല, മെല്ലെ മെല്ലെ അതതിൻ്റെ വർക്ക് ചെയ്യുന്നു. ഹി ഈസ് വെരി റൈറ്റ് വെൻ വി തിങ്ക് ഹൗ ദ ട്രീ ഗ്രോ ടേക്കിംഗ് ദെയർ ടൈം ടു റീച്ച് ദെയർ ഫുൾ സ്റ്റാറ്റസ് ട്രീ. അപ്പോൾ ഓരോ ചെറിയൊരു മരവും ഒരു ചെറിയ തൈ ഇത്രയും മെല്ലെ മെല്ലെ സാവധാനമാണ് ഇത്രയും വലിയ ട്രീ ആയിട്ട് മാറുന്നത്. ബിഫോർ എ ട്രീ ബിക്കം ഫുൾ ഫ്ലെഡ്ജ് ട്രീ ഇറ്റ് പാസസ് ത്രൂ മെനി സ്റ്റേജ്. ഇത്രയും വലിയൊരു മരമായിട്ട് മാറുമ്പോൾ പല സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. സീഡിങ്, സ്ലീഡിങ്, സാപ്ലിങ്, അങ്ങനെയാണ്. അതായത് വിത്ത് മുളയ്ക്കുന്നു, തൈയാവുന്നു, അങ്ങനെയാണ് വലിയൊരു മരം ആവുന്നത്. സം ട്രീ ടേക്ക് ഇയേഴ്സ് ടു ബിക്കം റിയൽ ട്രീ. ചിലത് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു മരം ആവുന്നത്. ബട്ട് ലുക്ക് അറ്റ് മാൻ ഹൗ ക്രൂവലി, ഇത്രയും വർഷങ്ങളോളം എടുത്തിട്ടാണ് ആ മരം ഒരു മരമായിട്ട് മാറുന്നത്. പക്ഷെ എത്രത്തോളം ക്രൂവലായിട്ടാണ് മെൻ കട്ട് ദം ഡൗൺ ഇൻ ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ടു യൂസ് ഇറ്റ് ആസ് ഫ്യൂവൽ, ഫർണിച്ചർ വർക്ക്, കൺസ്ട്രക്ഷൻ വർക്ക് ആൻഡ് ഈവൺ മേക്ക് പേപ്പറും കൺസ്ട്രക്ഷനൊക്കെ വേണ്ടി വിത്തിൻ സെക്കൻഡ്സുകൾ, വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് കൊണ്ടാണ് അവർ ഈ മരം വെട്ടി നശിപ്പിക്കുന്നത്. സംടൈംസ് മാൻ ഡിസ്ട്രോയ് ദ എൻറ്റയർ ഫോറസ്റ്റ് to convert them into farmland or to make factory and residential area. കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റ് മൊത്തം അവർ നികത്തിയിട്ടാണ് ഫാക്ടറികളൊക്കെ ഉണ്ടാക്കുന്നത്. ലാർജ് സ്കെയിൽ ഡീഫോറസ്റ്റേഷൻ ബ്രിങ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്. ഇങ്ങനെ ഡീഫോറസ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാം. ഈവൻ ഇൻ കേരള ദർ ആർ ക്ലൈമറ്റ് ചേഞ്ച് ബിക്കോസ് ഓഫ് ദ ലാർജ് സ്കെയിൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ്. ട്രീ അബ്സോർബ്, മരങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത്? ഇറ്റ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് സപ്ലൈ ഓക്സിജൻ. ഇറ്റ് പ്രിവെൻറ്റ് ദ സോയിൽ ഫ്രം ഇറോഡിങ്, മണ്ണൊലിപ്പ് തടയുന്നു, നമുക്ക് ഓക്സിജൻ തരുന്നു. ദേ ഹെൽപ്പ് ഇൻ ബ്ലോക്കിംഗ് ദ ക്ലൗഡ് ആൻഡ് ബ്രിങ്ങിങ് റെയിൻ, മഴ നൽകുന്നത് മരങ്ങളാണ്. ദേ സപ്ലൈ എസ് ലോട്ട് ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ലൈക്ക് ഹണി, വാക്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹെർബ്സ് ആൻഡ് റൂട്ട്. ഒരുപാട് സസ്യജന്തുജാലങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട്, നമുക്ക് ഹണി തരുന്നുണ്ട്, കുറേ സംഭവങ്ങൾ നമുക്ക് തരുന്നുണ്ട്. നൗ എ ഡേയ്സ് ഫോറസ്റ്റ് ആർ കൺവേർട്ടഡ് ഇൻ ടു നാഷണൽ പാർക്ക്, അട്രാക്റ്റിംഗ് ടൂറിസ്റ്റ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ഇപ്പോൾ എല്ലാ കാടും മരങ്ങളൊക്കെ വെട്ടി നികത്തി വലിയ വലിയ പാർക്കുകളായി മാറുന്നു. ദാറ്റ് വേ ഓൾസോ ട്രീ ബ്രിങ് അസ് മണി, അങ്ങനെ നമ്മൾ പൈസ ഉണ്ടാക്കുന്നു. ദസ് ഫോറസ്റ്റ് ഹെൽപ്പ് അസ് ഇൻ സോ മെനി വേ ആൻഡ് സോ ഡിസ്ട്രോയിങ് ദം വിൽ ബി സൂയിസിഡൽ.
അങ്ങനെ ഇത്രയും ഗുണങ്ങൾ തരുന്ന മരങ്ങളെ വെട്ടി നശിപ്പിച്ചാൽ അതൊരു ആത്മഹത്യക്ക് ഈക്വലാണ്. വി ഓൾ ഷുഡ് എമുലേറ്റ് വാങ്കിരി മാത്തേ, ദ കെനിയൻ ലേഡി ആൻഡ് ദ നോബൽ പ്രൈസ് വിന്നർ ഹു ലെഡ് എസ് ക്രുസേഡ് അഗെയിൻസ്റ്റ് ഡിഫോറസ്റ്റേഷൻ. വനനശീകരണത്തിനെതിരെ, ഡീഫോറസ്റ്റേഷനെതിരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത, സമരങ്ങൾ നടത്തിയ ഒരാളാണ് വാങ്കിരി മാത്തേ. നമ്മളതുപോലെ ആവണം. ഷീ വാണ്ടഡ് ഈച്ച് പേഴ്സൺ ടു പ്ലാൻ സം ട്രീ. എല്ലാ വ്യക്തികളും ഓരോ ട്രീസ് വെക്കണം. ആസ് ഹിസ് ഡ്യൂട്ടി ടു ഹെൽപ്പ് ഹിംസെൽഫ് ആൻഡ് ഓൾസോ പോസ്റ്ററിറ്റി. ഇൻ ഇന്ത്യ വി ഹാഡ് ചിപ്കോ മൂവ്മെൻറ്റ്. Then when contractors came to cut the trees, women from the locality rushed to the forest and stood near the trees embracing them. ചിപ്കോ മൂവ്മെൻറ്റ് നമ്മൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ വേണ്ടി കുറേ കോൺട്രാക്ടേഴ്സ് വന്നപ്പോൾ സ്ത്രീകളെല്ലാവരും കൈ കെട്ടിപ്പിടിച്ച് നിന്ന് മരത്തിന് ചുറ്റും നിന്നു. അവർ പ്രൊട്ടക്റ്റ് ചെയ്തു. സോ ദ മെൻ ഹൂ കെയിം ടു കട്ട് ഡൗൺ ദ ട്രീ ഹാഡ് ടു ഗോ ബാക്ക്. അവർ തിരിച്ചു പോകേണ്ടി വന്നു. അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പറയാം. വാങ്കിരി മാത്തേനെ കുറിച്ച് പറയുക, അതുപോലെ ചിപ്കോ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു പറയുക. സോ എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. ഐ ബിലീവ് എ ട്രീ ഈസ് തിങ് ഓഫ് ബ്യൂട്ടി ആൻഡ് വി ഷുഡ് ഡു അവർ ബെസ്റ്റ് ടു പ്രിസർവ് അവർ ട്രീ. നമ്മൾ പുതിയ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കണം. വി ഷുഡ് പ്രിസർവ്, വി ഷുഡ് പ്രൊട്ടക്റ്റ് അവർ നേച്ചർ, അവർ ഫോറസ്റ്റ്. ടുഡേ ലെറ്റ്സ് പ്ലെഡ്ജ് ദാറ്റ് ഈച്ച് വൺ ഓഫ് us വിൽ പ്ലാന്റ് അറ്റ്ലീസ്റ്റ് 10 ട്രീ. നമ്മളെല്ലാവരും 10 മരങ്ങളെങ്കിലും വെച്ച് പിടിപ്പിക്കുക. റിമെമ്പർ, ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു പ്ലാന്റ് ട്രീ, ബട്ട് മേക്ക് ഷുവർ ദേ ഗ്രോ ബൈ ഗിവിങ് ദ ട്രീ അഡ്വക്കേറ്റ് കെയർ. നമ്മൾ ആവശ്യത്തിനുള്ള കെയർ ഒക്കെ കൊടുത്ത് നമ്മൾ ഗ്രോ ചെയ്യിപ്പിക്കുക, വളർത്തുക, ചെടികൾ വെച്ച് പിടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നേച്ചറിനെ കുറിച്ച്, എൻവയോൺമെൻറ്റിലെ പ്രശ്നങ്ങളെക്കുറിച്ച്, ഡീഫോറസ്റ്റേഷനെ കുറിച്ച് ഒക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ആർ ഇൻഡിവിജ്വൽസ് വിത്ത് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ ടു ദ സൊസൈറ്റി മോസ്റ്റ് പ്രസ്സിംഗ് സോഷ്യൽ പ്രോബ്ലംസ്. ഹൗ ഫാർ ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ? In the light of your understanding of the inspiring interview with Irfan Alam, prepare an email to be sent to a friend who is planning to pursue career in entrepreneurship. അതായത് നിങ്ങളുടെ ഫ്രണ്ട് ഓൺട്രപ്രണർ ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സംരംഭകനാവാൻ വേണ്ടി, ഒരു ബിസിനസ് മെൻ ആവാൻ വേണ്ടി വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ട്. അവനക്ക് നിങ്ങൾ എഴുതുന്നത് ഇമെയിലാണ്. ഇർഫാൻ അലാമിനെ കുറിച്ചൊക്കെ പറഞ്ഞ് നിങ്ങളൊരു ഫ്രണ്ടിനെ ഒരു ഓൺട്രപ്രണറായിട്ട് മാറണം. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളായിട്ട് മാറണം. അവനക്ക് നിങ്ങൾ എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുക്കും ഇർഫാൻ അലാമിൻ്റെ ലൈഫായിട്ട് ബന്ധപ്പെടുത്തി പറയാം. സോ ഇമെയിൽ എഴുതുമ്പോൾ നിങ്ങൾ ഫ്രം BCC CCC 2 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. സബ്ജക്റ്റ് കൊടുക്കുക പവർ ഓഫ് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇർഫാൻ അലാം ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് സബ്ജക്റ്റ് കൊടുക്കുക. സോ ഐ ഹോപ്പ് ദിസ് ഇമെയിൽ ഫൈൻഡ് യു വെൽ. ഐ റീസെൻ്റ്ലി കെയിം അക്രോസ് ആൻ ഇൻസ്പയറിംഗ് ഇൻ്റർവ്യൂ വിത്ത് ഇർഫാൻ അലാം and I couldn't help but think of your aspiration to pursue a career in entrepreneurship. നിനക്ക് നല്ല ആഗ്രഹമാണല്ലോ. അപ്പോൾ എനിക്ക് അതിനു വേണ്ടി എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. The interview sheds light on the transformative potential of social entrepreneurship and I believe it aligns perfectly with your passion for creating positive change. നിനക്ക് ഒരുപാട് ഒരു പാഷനാണ് നിനക്ക് ഓൺട്രപ്രണർ ആവാന്നുള്ളത്. സോ നിനക്കത് വളരെ പെർഫെക്റ്റ് ആണ് ആ ഒരു സ്റ്റോറി. The statement social entrepreneurs are individual with innovative solutions to society most pressing social problem. നമ്മുടെ സൊസൈറ്റിയിലെ പ്രോബ്ലംസുകൾക്കൊരു സൊല്യൂഷൻ കാണുന്ന ആൾക്കാരാണ് സോഷ്യൽ ഓൺട്രപ്രണേഴ്സ്. ആരാണ് സോഷ്യൽ ഓൺട്രപ്രണേഴ്സ്? ഹു ഫൈൻഡ് സൊല്യൂഷൻസ്. എ ട്രൂലി റെസനേറ്റ് വിത്ത് ഇർഫാൻ അലാം. ഈ ഒരു ലൈന് ഇർഫാൻ അലാമിനായിട്ട് വളരെ കണക്ഷൻ ഉണ്ട്. ഹിസ് സ്റ്റോറി ഓഫ് ഫൗണ്ടിങ് സമാൻ ഫൗണ്ടേഷൻ, അദ്ദേഹത്തിനെ കുറിച്ച് പറയുക. സമാൻ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ തുടങ്ങി എന്തിനു വേണ്ടിയിട്ടാണ്? ഹൗ ഇന്നോവേറ്റീവായിട്ട്, വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയ ആണ്. റിക്ഷ പുള്ളേഴ്സ് ടു പ്രൊമോട്ടിങ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അവർക്കൊരു ഡിഗ്നിറ്റി കൊടുക്കുക, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ ഫുള്ള് വായിക്കുന്നില്ല, കാരണം സമയം ഒരുപാട് ലെങ്തി ആവും വീഡിയോ. അപ്പോൾ ഇതൊന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, നന്നായിട്ട് വായിക്കുക. ഇർഫാൻ അലാമിനെ കുറിച്ച് പറയാം. ഇർഫാൻ അലാം പ്രൊവൈഡഡ് എ ബിസിനസ് വെഞ്ചർ, എ സക്സസ്ഫുൾ ബിസിനസ് വെഞ്ചർ, ഒരു പോസിറ്റീവ് ചേഞ്ച് കൊടുന്നു ഇൻ ദ ലൈഫ് ഓഫ് റിക്ഷ പുള്ളേഴ്സ്. റിക്ഷ പുള്ളേഴ്സിന് ഒരുപാട് പ്രോഫിറ്റ് കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. സോ അതുകൊണ്ട് ഇർഫാൻ അലാമിൻ്റെ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഹിസ് ഡിറ്റർമിനേഷൻ, റിസൈലൻസ് ആൻഡ് ഫോക്കസ് ഓൺ സൊസൈറ്റൽ വെൽബീയിങ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നീയും ഫോളോ ചെയ്യുക, നിനക്കും അങ്ങനെ ആവാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 6 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് പറഞ്ഞത്. ഇമെയിൽ ഉണ്ടായിരുന്നു, അതിൽ സ്പീച്ച് ഉണ്ടായിരുന്നു, ലെറ്റർ ഉണ്ടായിരുന്നു, കാർട്ടർ സ്കെച്ച് ഉണ്ടായിരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. നമുക്കിനി ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന വീഡിയോസ് വേറെയും വരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.